ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കറികളൊന്നും കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. പ്രത്യേകിച്ച് ഇതിന് കറികളൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ അപ്പവും പുട്ടും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. ഇത് നമുക്ക് പുട്ടുപൊടി വെച്ചും ചെയ്യാവുന്നതാണ്. ഇതൊന്ന് വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടിയാണ്. അതിൽ ഒരു 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നനച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നനച്ചെടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം കയ്യിൽ നിന്ന് തളിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നനച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ വെള്ളം ഒരുപാട് കൂടിപ്പോകും, അതുപോലെ തന്നെ കട്ട കെട്ടിയിരിക്കുകയും ചെയ്യും. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ കട്ട കെട്ടും. അപ്പോൾ നമ്മൾ ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ആ വെള്ളം കൊണ്ട് വേണം ബാക്കി നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നനച്ചെടുക്കാനായിട്ട്. കുറച്ച് ഡ്രൈ ആയിട്ട് വേണം നമ്മളിത് നനച്ചെടുക്കാൻ. സാധാരണ നമ്മൾ പുട്ടിനുള്ള പൊടി നനച്ചെടുക്കുന്ന പോലെ അത്രയും നമ്മൾ നനച്ചെടുക്കണ്ട. കുറച്ച് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ ആദ്യം ഇത് നനച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ദാണ്ട് ഈ ഒരു രീതിയിൽ ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ മാവ് എവിടെയെങ്കിലും വെള്ളം പിടിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അതുകൂടി ഒന്നുകൂടി നനഞ്ഞ് കിട്ടും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാനുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണിലും കുറവാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്ന എണ്ണ കേട്ടോ. വളരെ കുറച്ച് മാത്രം എണ്ണ മതി. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞു പോകും. നമുക്കിത് കുഴഞ്ഞ് കിട്ടരുത്, കുറച്ച് ഡ്രൈ ആയിട്ട് വേണം ഇത് കിട്ടാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കരുതെന്ന് പറഞ്ഞത്. അതുപോലെ ഉപ്പൊന്നും നമ്മൾ ചേർക്കരുത്. ഉപ്പ് ചേർത്ത് എടുത്താലും ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട ഉഴുന്നുപരിപ്പും നമ്മുടെ സവാളയും കൂടി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽ മുളക് ചതച്ചതാണ് ചേർക്കുന്നത്. നമ്മുടെ മസാലപ്പുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് 1 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഒരുപാട് നമ്മളിതിട്ട് വഴറ്റരുത് കേട്ടോ. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ദാണ്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് വഴറ്റിയെടുത്ത ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ പുട്ടുപൊടി നല്ല രീതിയിലൊന്ന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ച തേങ്ങയും സവാളയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോഴും അതിലും കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കാണും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മൾ ആദ്യം തന്നെ പുട്ടുപൊടി കുറച്ച് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ നനച്ച് വെക്കാൻ. ഒരുപാടങ്ങ് വെള്ളമായി പോകരുതെന്ന് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാണ്ട് നമ്മൾ ഇതിനകത്തിൽ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് കറികളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ പഴമോ പപ്പടമോ ഒന്നും ആവശ്യമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കാം. പുട്ടുകുറ്റിയിൽ ചില്ലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനൊരു 3 ടീസ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെ നമുക്ക് നനച്ച് വെച്ചിരിക്കുന്ന ഈ പൊടി കുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഒരു പകുതി ഭാഗം എത്തിയപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഇനി ആദ്യം ചേർത്ത് കൊടുത്ത തേങ്ങ മതിയെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. തേങ്ങ നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ടിന്.
അതുപോലെ തന്നെ ബാക്കി ഭാഗത്ത് ഞാൻ ഇതുപോലെ പുട്ടുപൊടി നിറച്ച് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ കൂടി അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇതാണ്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ പുട്ടുകുടത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് കൊടുത്തിട്ട് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ ആയിക്കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ ഇത് ആവി വന്ന് പുട്ട് വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ പുട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ പുട്ടൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 2 പുട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഇതിനകത്തിൽ വറ്റൽമുളക് പൊടിച്ചതും അതേപോലെ തന്നെ സവാളയും തേങ്ങയും ഒക്കെ വഴറ്റി ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു മണവുമാണ്. ഈ ആവി ഇങ്ങനെ പറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. രാവിലെയൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.